സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. രാംനാഥ് കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ശീതകാല സമ്മേളനത്തിൽ ബിൽ അംഗീകരിക്കും. ബില്ലിനെ എതിർക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 2 ഘട്ടമായാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. വിഷ്ണു, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നത് ഈ വർഷം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും എന്നതാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. 11626 പേജുകളുള്ള റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. അതിൽ 47 രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം അറിയിച്ചിരുന്നു. 32 രാഷ്ട്രീയ പാർട്ടികൾ NDAയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. 15 പ്രതിപക്ഷ പാർട്ടികളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്ന രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് നൽകിയത്. ആ റിപ്പോർട്ടിന് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അല്പം മുന്നേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തിയിരുന്നു. അതിൽ അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് രാജ്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത്. എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും പൂർണ്ണമായി നടപ്പാക്കുക എന്നൊരു കാര്യം കൂടി ഇപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടിയത് ഇത് നടപ്പാക്കാൻ പോകുന്നില്ല, പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ചെയ്യുന്നത് എന്നൊരു വിമർശനം മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്നുകൂടി മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ബില്ല് സഭയിൽ വരുന്ന സാഹചര്യത്തിൽ വലിയ തലത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമായിരിക്കും അരങ്ങേറുക. ഷമി, വിഷ്ണു, നമുക്കറിയാം മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകൾ മുൻകാലങ്ങളിൽ ഒരുമിച്ചായിരുന്നു നടത്തിയത്. ഇത്തവണ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് തീയതി വന്നിട്ടില്ല. ഹരിയാന ഇലക്ഷൻ നടക്കുകയാണ്. അതിന് കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷാ സൈനികരും മറ്റും അങ്ങോട്ടേക്ക് പോകുന്നു, അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഡിസംബറിലേക്കോ മറ്റോ നീട്ടിവെക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് 2029 എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ഒരുമിച്ച് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുക? എന്ത് അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ രീതിയിലൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? ഷമി, അത്തരത്തിൽ വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നു. മറുഭാഗത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കേന്ദ്ര സർക്കാരിന് പിരിച്ചുവിടേണ്ടതായിട്ട് വരും. അത് അത്തരത്തിൽ പ്രായോഗികമായി അങ്ങനെ ഒരു സർക്കാരിനെ, അതായത് ജനവിധി നേടി അധികാരത്തിലെത്തിയ സർക്കാരിനെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് കഴിയുകയില്ല. വലിയ തലത്തിലുള്ള നിയമ പ്രശ്നങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ എങ്ങനെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് പോകും എന്നതടക്കം വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്നും അത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടപ്പാക്കുക എന്നത് മാത്രമാണ് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു പ്രതികരണം വന്നിരിക്കുന്നത്. ഷമി, വിഷ്ണു, ഈ NDA സർക്കാരിനെ പിന്തുണയ്ക്കുന്ന TDP ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല.
അവരുടെ ഒരു പിന്തുണ ഇല്ലാതെ എങ്ങനെ ഈ നിയമം അവർക്ക് പാസ്സാക്കാൻ കഴിയും? ഷമി, അതും BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും BJPക്ക് കൃത്യമായിട്ടൊരു മാൻഡേറ്റ് ഉണ്ടായിരുന്നു, ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ അജണ്ടകൾ അവർക്ക് കൃത്യമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും ഉണ്ടായിരുന്നത്. പക്ഷേ മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾ ഏത് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നത് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഷമി, വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് രാജ്യം എന്ന സൂചനയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്.